എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആ വീഡിയോ കണ്ടിട്ടും അതിനെ അപ്പോൾ തന്നെ വിമർശനാത്മകമായി സമീപിക്കാൻ കഴിയാത്തതിനെ എൻ്റെ വലിയ പിഴവായി ഞാൻ വിലയിരുത്തുന്നു. വിഷയം അസഹിഷ്ണുതയാണ്. രാഷ്ട്രീയക്കാർക്കുമേൽ ക്ഷമിക്കണം, ഏകവചനത്തിലേക്ക് മാറുകയാണ്. രാഷ്ട്രീയക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അസഹിഷ്ണുവാണെന്ന് ചാപ്പ കൊത്തുന്നതിൻ്റെ ശരികേടുകളാണ് ഇന്നത്തെ ന്യൂസ് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിന്ന് പറയാൻ വരുന്ന വിഷയവും കാണിക്കാൻ പോകുന്ന ദൃശ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടവർക്കും കണ്ടിട്ടില്ലാത്ത ആളുകൾക്കും വേണ്ടി അത് കാണിക്കാം. അതിനു മുന്നേ പൊതുവായ ഒരു കാര്യം പറയുകയാണ്. അത് തികച്ചും വ്യക്തിപരവുമാണ്. ഇതിനപ്പുറത്തുമുള്ള രാഷ്ട്രീയ വൃത്തികേടുകൾ കുത്തി നിറഞ്ഞ ഒരിടമാണ് കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗമെന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ആ വിവാദ ദൃശ്യത്തിലേക്ക്. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് എനിക്ക് അനുവദിച്ചത് 5 മിനിറ്റിന് ബഹുഭൂരിപക്ഷ സമയവും അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ചർച്ചയുടെ മുക്കാൽ പങ്ക് ഒരു രാഷ്ട്രീയ മുന്നണിയിലെ 2 പാർട്ടിയുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ പ്രതിനിധി, അതേപോലെ തന്നെ UDF മുന്നണിക്കകത്തെ RSPയുടെ നേതാവ്, ഈ 2 പേരും ഈ ചർച്ചയുടെ മുക്കാൽ സമയവും എടുത്ത് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിനകത്ത് മറുപടി പറയുന്നതിന് വേണ്ടി അങ്ങ് ഈ ചർച്ചയുടെ അവസാനത്തെ 2 മിനിറ്റ് എനിക്ക് അനുവദിച്ചിരിക്കുകയാണ്. എന്ത് വിരോധാഭാസമാണ്! ഞാൻ ഈ പറഞ്ഞ എനിക്ക് വേറെ പണിയില്ലാതെ നടക്കുന്ന ആളല്ല, അങ്ങ് മനസ്സിലായിക്കോ. എൻ്റെ 1 മണിക്കൂർ സമയം ഇവിടെ റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന നേരത്ത് എനിക്ക് 100 പണി ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. ശുദ്ധ തോന്നിവാസാണ് അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മാന്യതയില്ലായ്മയാണ്. ഇത് മാധ്യമ പ്രവർത്തനാണോ അതെങ്കിൽ മറ്റെന്തെങ്കിലും ഇവർ ഈ 3/4 മണിക്കൂർ സമയം എന്റെ അതിഥികളിൽ നേതാക്കൾ ആരുമില്ല. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. നേരത്തെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല എന്നതുകൊണ്ട് ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം ഒരു അംഗത്വം എടുത്തു എന്നേ ഉള്ളൂ. സമയം കളയാണ്ട് ആർഷോ മറുപടി പറയൂ. ആർഷോ, ഇത് എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ആർഷോ പകുതി സമയവും ബഹളത്തിന് സമയം കളയാണ്, ഉത്തരത്തിലേക്ക് വരുന്നില്ല. എടുത്തു നോക്കൂ, ആർഷോ എടുത്തു നോക്കിയാൽ മതി. ഈ 1 മണിക്കൂർ ചർച്ചയുടെ 3/4 മണിക്കൂർ 2 മിനിറ്റിൽ ഞാൻ ഇതിന് മറുപടി പറയണമെന്നാ പറയുന്നത്. ഞാൻ 4 മിനിറ്റ് മറുപടി പറയാൻ ഞാൻ പറഞ്ഞല്ലോ. 3 മിനിറ്റ് ബഹളം വെക്കുകയാണല്ലോ ആർഷോ. ഇത്തരത്തിലുള്ള ചർച്ചക്കകത്ത് പങ്കെടുക്കാനും താല്പര്യപ്പെടുന്നില്ല. ജനാധിപത്യപരമായി പെരുമാറും ആർഷോ. നോക്കൂ, ഇത് എന്തിനാണ് ഒരാവശ്യമില്ലാത്ത ബഹളമാണ് ആർഷോ. ഒരു ജനാധിപത്യ സ്മൃതി അങ്ങ് ജനാധിപത്യം ഒന്നും പറയല്ലേ. അങ്ങ് ജനാധിപത്യം നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? പല അഭിപ്രായങ്ങളെ കേൾക്കുന്നതിൽ എന്താണ് അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ട് ആർഷോ? എന്ത് പ്രശ്നമാണ് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത്? ആർഷോയ്ക്ക് മാത്രമാണ് പ്രശ്നം. അങ്ങ് 2 മിനിറ്റ് ആർഷോ പറഞ്ഞോളൂ, സമയമല്ലേ തരുന്നത്. ആർഷോ പറയൂ, ആർഷോയ്ക്ക് പറയാനുള്ള സമയമാണ്. സമയം കളയാണ്ട് അങ്ങയോട് ചർച്ച നടത്താനും അങ്ങയുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിന് ഇരുന്ന് തരാനും എനിക്ക് താല്പര്യവുമില്ല, സമയവുമില്ല. അങ്ങ് നടത്തിക്കോ ദയവ് ചെയ്ത്. ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുക. സംഗതി പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായി. സോഷ്യൽ മീഡിയയിലാവട്ടെ അതിനേക്കാൾ വലിയ ചർച്ചയായി. ഏകപക്ഷീയമായ ചർച്ച സഹിക്കവയ്യാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയ ചെറുപ്പക്കാരൻ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. PM മാർഷോ എന്ന മുൻ SFIക്കാരൻ ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ഈ വീമ്പ് പറയുന്ന സ്മൃതി പരുത്തിക്കാട്ടിന് അറിയാമോ? എത്രയെത്ര കമ്മിറ്റികൾ, കുടുംബയോഗങ്ങൾ, പൊതുസമ്മേളനങ്ങൾ. പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താൽ തിരക്ക് ഇരട്ടിയാകും. ഈ വിധം തിരക്കുള്ള ഒരാളെയാണ്, അയാളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളുടെ ചാനലിലെ ചർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അവതാരകയും കൂടെയുള്ള UDF രാഷ്ട്രീയം പറയുന്ന 2 അവതാരങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ആർഷോയ്ക്ക് കിട്ടുന്നത് അയാൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ പ്രതിരോധിക്കാൻ വളരെ തുച്ഛമായ സമയം മാത്രമാണ്. സമയമില്ലാഞ്ഞിട്ടല്ല, CPM പ്രതിനിധിയോട് നീതിരഹിതമായി പെരുമാറുന്നു എന്നതാണ് ഇവിടെ ഉയരുന്ന പരാതിയുടെ പ്രധാന വാചകം. ഇത് റിപ്പോർട്ടർ ചാനലിൽ മാത്രമുള്ള പ്രതിഭാസമല്ല. കേരളത്തിലെ എല്ലാ ചാനലുകളിലും ഇതാണ് CPM പ്രതിനിധികളുടെ അവസ്ഥ. ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM നേതാക്കൾ നിരന്തരം പറയുന്നതുമാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാറും എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാറുമൊക്കെ ഇതേ ആക്ഷേപം ചാനൽ ചർച്ചകളിൽ ഉന്നയിക്കുന്നത് നാമൊക്കെ എത്ര ആവർത്തി കേട്ടിട്ടുള്ളതാണ്.
അനിൽകുമാറിനോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്ക് ഇറങ്ങി പോകാനാണ് സൗകര്യം, നമുക്കറിയാം, ഞങ്ങൾ കാണുന്നതാണല്ലോ. താങ്കളുടെ ഭാഗമല്ല പറയുന്നത് ശ്രീ അനിൽകുമാർ. താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്രയും സമയമായി 1 മിനിറ്റ് മറുപടി പറഞ്ഞിട്ടില്ല. താങ്കളുടെ പാർട്ടിയാണ് മോശമാക്കുന്നത്. അതെങ്ങനെയാണ്? താങ്കൾ മറുപടി പറയാൻ തുടങ്ങുന്നു. ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു, ബിജെപിയെ കുറിച്ച് പറയുന്നു, മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു, പ്രസാഡിയോയെ കുറിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെ എന്റെ ചോദ്യം ഞാൻ വ്യക്തമാക്കുന്നു. താങ്കൾ എങ്ങനെ പിണങ്ങിയാലും പരിഭവിച്ചാലും ആ ചോദ്യം ആവർത്തിച്ച് ഞാൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളും അവിടെ ഇപ്പൊ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിട്ട് മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതുപോലെ 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന സമർത്ഥി പട്ടിണിയില്ലാത്ത കൊച്ചിയാക്കി മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മുഴുവൻ ആളുകൾക്കും നിർമ്മിച്ചു കൊടുത്ത് അവരെ മനോഹരമായ അരുൺകുമാർ, അപ്പോൾ നിങ്ങളെ ജനം എന്തുകൊണ്ട് തള്ളി എന്ന് പറയൂ. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ എല്ലാം പിടിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പാളിയത്? അല്ല മാഡം, ഇത് ശരിയല്ല. ഇവിടെ 3 കോൺഗ്രസ് പ്രതിനിധികളല്ലേ? ഇവിടെ 15 മിനിറ്റ് തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചപ്പോൾ ഒരൊറ്റ ഉപചോദ്യമില്ല. ലീഗിന്റെ പ്രതിനിധിയും 12 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു ഉപചോദ്യം ഇല്ല. ഇപ്പൊ പറയും ഭരണകക്ഷിയോടാണ് ഉപചോദ്യം, അതവിടെ ഇരുന്നോട്ടെ, ഇത് മര്യാദകേട്. അങ്ങനെ വേണ്ട. തന്റെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ചാനൽ ചർച്ചയിൽ നിന്ന് ആർഷോ ഇറങ്ങിപ്പോകുമ്പോൾ എന്തിന് ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്നാണ് സ്മൃതിയുടെ പരിഹാസ ചോദ്യം. അതിൽ ആർഷോയുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ട്. കാരണം അയാൾക്ക് അയാളുടെ പാർട്ടി ഏൽപ്പിക്കുന്ന കുറേ ജോലികളുണ്ട്. അതിൽ ചിലതൊക്കെ ഒഴിവാക്കിയാണ് നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച്, അയാൾ ഓരോ ഇടങ്ങളിലും ചെലവഴിക്കേണ്ട സമയത്തെക്കുറിച്ച്, അയാൾക്ക് നഷ്ടമാകുന്ന ഉറക്കത്തെക്കുറിച്ച് സ്മൃതിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളതാണ് സത്യം. റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസ് ഡെസ്ക് അടക്കമുള്ള ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് CPMൻ്റെ കളമശ്ശേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശത്താണ്. PK ബേബി എന്നൊരാളാണ് ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ആ മനുഷ്യൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ അതിനുള്ള മനുഷ്യത്വമുണ്ടെങ്കിൽ സ്മൃതിക്ക് മനസ്സിലാകും ഒരു രാഷ്ട്രീയക്കാരൻ്റെ അയാളുടെ സമയത്തിൻ്റെ വില എന്താണെന്ന്. നമ്മൾ പറഞ്ഞു വന്നത് അസഹിഷ്ണുതയെക്കുറിച്ചാണല്ലോ. സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു ഫാൻ പേജ് ഉണ്ട്. അതിൽ PM ആർഷോ ഇറങ്ങിപ്പോയ ദിവസത്തെ ചർച്ചയെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ചോദിച്ച ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ ഇറങ്ങിപ്പോയാലും ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ബാക്കിയുണ്ടാകും. ജനങ്ങൾക്കറിയേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. അവിടെ എപ്പോഴും ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചു വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മാധ്യമധർമ്മം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടരുക തന്നെ ചെയ്യും. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ഉയരും. ഫാൻ പേജിലെ പോസ്റ്റ് കണ്ട് കണ്ണു തള്ളിപ്പോയെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല കേട്ടോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആർഷോ ഇറങ്ങിപ്പോയതിനെ വെളുപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും അസഹിഷ്ണുതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നമുക്ക് ചില കാഴ്ചകൾ കണ്ടുവരാം. അത് തന്നെ ആവർത്തിക്കേണ്ടത് പ്രസംഗ രൂപത്തിലുള്ള പരിപാടിയല്ല. ആരെയാണ് ആക്കി സംസാരിച്ചത് ശ്വേത? എന്നോടിപ്പോ സംസാരിച്ചു നിങ്ങൾ. ചോദ്യം ശ്വേതയ്ക്ക് മനസ്സിലാവാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിക്കണമെന്നേ അത് പറയാൻ CPM കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വിവരം മാത്രം വെച്ചിട്ട് ചർച്ച നടത്താൻ പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. 78 CPM ഞാൻ 78 പേര് എഴുതി വെച്ചിട്ടില്ല ചർച്ചയിലിരിക്കുന്നത്. എനിക്ക് സൗകര്യമില്ല. ആ നാട് കേട്ട കാര്യങ്ങൾ അങ്ങ് എടുത്തു വെച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്തു തോന്നുന്നു? അസഹിഷ്ണുത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിയാണ് സ്മൃതി എന്ന് നിങ്ങൾക്ക് തോന്നിയോ? സ്വന്തം സഹപ്രവർത്തകരുമായി ചേർന്ന് നടത്തുന്ന ചർച്ചയിൽ ഇമാതിരി അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഒരു രാഷ്ട്രീയ നേതാവിന് മേൽ അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ആകെ ഒരാശ്വാസം, എത്ര അസഹിഷ്ണുത കാണിച്ചാലും സ്മൃതി പരുത്തിക്കാടിന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാശ് മേടിച്ച് ചെയ്യുന്ന ജോലിയാണല്ലോ. പിണങ്ങി ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയെന്നൊന്നും വരില്ല. അതുമാത്രമല്ല, മീറ്റ് ദ എഡിറ്റേഴ്സ് പോലെയുള്ള പാതി വട്ടമേശ ചർച്ചയിൽ സ്ഥാപനത്തിൻ്റെ മുതലാളിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ്.
ആർഷോയോട് പറഞ്ഞതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് കടത്തി പറഞ്ഞാൽ കടക്ക് പുറത്തതാകും ആൻഡ്രോ അഗസ്റ്റിൻ്റെ മറുപടി. അതുകൊണ്ട് ബാക്കിയുള്ളവരോട് അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം കാട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെ കയ്യടി വാങ്ങാം, അത്രമാത്രം. നമ്മൾക്കില്ലാത്ത ഗുണഗണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് ബോറ് പരിപാടിയാണ് ഹേ. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. വിലയിരുത്തലുകളെയും വിമർശനങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതവും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.